ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 8 പ്രതികളുണ്ട്. 8 പേര്, 8ാമത്തെ പ്രതിയാണ് പത്മകുമാർ. 8 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി അന്വേഷണം തീർന്നു എന്നുള്ളതാണ്. ഇനി മറ്റാരിലേക്ക് പോകില്ല എന്നുള്ളതൊരു സൂചനയാണ് PK ഗോവിന്ദൻ. പത്മകുമാർ ഈ മറുപടിയുടെ തുടർച്ചയായി പത്മകുമാർ പറഞ്ഞതാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇത് സാധ്യമല്ല എന്നുള്ളത്. അന്വേഷണ സംഘം ഏറ്റവും അവസാനം എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഗൂഢാലോചനകളുടെയും കേന്ദ്രബിന്ദു ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പത്മകുമാർ ആണ് എന്നുള്ളതാണ്. പത്മകുമാറിന്റെ കാലത്ത് നടന്ന കൊള്ളയാണ്. വാസു ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലാണ്. ഇന്നലെ അദ്ദേഹത്തെ കയ്യാമം വെച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങ് കണ്ടു കാണും ദൃശ്യങ്ങളിൽ എന്ന് വിചാരിക്കുന്നു. വാസു അറസ്റ്റിലായതിനു ശേഷവും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വാസു ദേവസ്വം കമ്മീഷണർ എന്ന പദവിയിലിരിക്കെ ചെയ്തതാണ്, അതിന് പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ളതാണ്. വാസുവിന്റെ അറസ്റ്റ് വരെയും ഉണ്ടായിരുന്ന പ്രതിരോധം. പക്ഷെ പത്മകുമാറിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പറയാൻ കഴിയില്ല. അങ്ങനെ കഴിയില്ലല്ലോ അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം 42 വർഷക്കാലം ഒരു ജില്ലയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. വളരെ ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ MLA ആയ ഒരു CPMൻ്റെ കറകളഞ്ഞ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ മുഖം ഇങ്ങനെ ഒരു കേസിൽ പെടുമ്പോൾ അവർക്ക്, അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഉന്നതനായ നേതാവ് കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തും, തള്ളിക്കളയുന്നതല്ല. ഇപ്പം തന്നെ ഈ ചർച്ചയിൽ മാധു ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഗോപൻ CPMൻ്റെ പ്രതിനിധി പറഞ്ഞൊരു വാചകമുണ്ട്. അത് വളരെ ഗൗരവമായി, വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ ഈ ക്ഷേത്രവിശ്വാസികളെ, ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 8 പ്രതികളുണ്ട്. 8 പേര്, 8ാമത്തെ പ്രതിയാണ് പത്മകുമാർ. 8 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി അന്വേഷണം തീർന്നു എന്നുള്ളതാണ്. ഇനി മറ്റാരിലേക്ക് പോകില്ല എന്നുള്ളതൊരു സൂചനയാണ് PK ഗോവിന്ദൻ. 8 പേരുണ്ട്, 8 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അദ്ദേഹം സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നലെ വരെ പറഞ്ഞത് SIT ഇതിലെ CPM നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ അതാണ് ഒരു ഡിഫൻസ്. അറസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ ബന്ധമുണ്ടെങ്കിലും ഞങ്ങളിത് അറസ്റ്റ് ചെയ്തു, ഇതോടുകൂടി അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള 2 പേര്, 2 പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ വാസുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മീഷണർ എന്നുള്ള നിലയിലല്ല, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൽ 2 CPM നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തിയ 2 ആളുകളും ഇന്ന് പ്രതിയായി വരുന്നു, കയ്യാമം വെച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ CPMന് കഴിയൂ. കാരണം CPMൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഗോപൻ വരെ പറഞ്ഞിട്ടുള്ളത്, വളരെ വിശ്വസ്തരായ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി. അങ്ങനെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷണം നടത്തി, സത്യസന്ധമായി അന്വേഷണം നടത്തി തെളിവുകളുടെയും മറ്റും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ 2 CPMുമായി ബന്ധമുള്ള പ്രമുഖരായ 2 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ആരോപണം മാത്രമാണ് എന്നെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. കുറ്റാരോപിതനാണ് എങ്കിൽ നമുക്കൊരു സംശയം, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ വിളിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ ഇപ്പൊ നടന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതിനു മുൻപ് മുഖ്യമന്ത്രിയോട് ഉണ്ടായപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം കാണിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതുവരെയുള്ള കണ്ടെത്തലുകളൊന്നും ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, എത്തിയിട്ടില്ല. ഇപ്പോഴത് എത്തിയെന്ന് മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലുമാണ്. നേരത്തെ ഇവിടെ ചർച്ചയിൽ ഞാൻ കേട്ടത്, ഈ മൊഴികളുടെ പലതും മീഡിയയിൽ വന്നിട്ടുണ്ട്. വേറെ പബ്ലിക്കിന് വലിയ ആക്സസ് ഒന്നുമില്ല. മീഡിയയിൽ വന്നിട്ടുള്ള കാര്യം എന്താ? മന്ത്രിയുടെ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ കയ്യിലാണ് ഈ ആദ്യമായി അപേക്ഷ കൊടുക്കുന്നത്. ഇങ്ങനെ സ്വർണം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് മങ്ങി വരുന്നു. ഇനി സ്വർണം അങ്ങ് ചെമ്പായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ സ്വർണം പൂശിയെടുക്കണം, അല്ലെങ്കിൽ അത് പൊതിഞ്ഞെടുക്കണം എന്ന് ആദ്യമായി ഒരു നിർദ്ദേശം, ഒരു അപേക്ഷ വരുന്നത് മന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ മന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്നത്തെ മന്ത്രി എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കണ്ടേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കീഴോട്ടുള്ള താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കണ്ടേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് എന്ത് നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോഴല്ലേ ദേവസ്വം മന്ത്രിയിലോ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ നമ്മുടെ വകുപ്പിലേക്കോ എത്തുള്ളൂ. അപ്പോൾ അവിടെ
ഇപ്പോ ഗവൺമെന്റ് ഈ അഭിപ്രായം കേട്ടാൽ തോന്നും 8 പേരുണ്ടല്ലോ, 8 പേരിൽ 8ാമത്തെ പ്രതിയും അറസ്റ്റ് ചെയ്തു, അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശരി, അപ്പൊ അത് വളരെ മുരാരി ബാബു, ഡി ഗൗരവതരമായിട്ടുള്ള സുധീഷ്, കാര്യമാണ്. കെ എസ് ബൈജു, അതിനുശേഷം എൻ വാസു, ഇന്നലെ എ പത്മകുമാർ, ഇങ്ങനെ 6 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അല്ല, 8ാമത്തെ പ്രതി എന്ന് പറഞ്ഞു, അതേപോലെ 8ാമത്തെ പ്രതിയും 8ാമത്തെ പ്രതിയാണ് എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് 8 പേരുണ്ട്, 8 പേരെയും അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 8 പേരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അന്വേഷണം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ. അപ്പൊ അത് വലിയ അപകടകരമായ കാര്യമാണ്. അന്വേഷണം സത്യസന്ധമായി നടത്തണം, ഇതിന്റെ എല്ലാ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് അസാധ്യമാണ് എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ CPM ഭരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ